അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ചൊല്ലുന്നത് നാലാമത്തെ ഫസ്ലാണ് ചൊല്ലുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മൗലിദുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണെന്ന് നമ്മൾ വെറുതെ ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലുന്ന ദുആയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കിത്തരുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇത് പറയാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പിലുള്ള എൻ്റെ കൂടെ ഉംറക്ക് വന്ന ഒരു സഹോദരി, അവർക്ക് സുഖമില്ലാതെ വലിയൊരു പ്രയാസത്തിലാണുള്ളത്. ക്യാൻസർ രോഗം വന്ന് വലിയൊരു പ്രയാസത്തിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവർക്ക് ഇന്നത്തെ രോഗ അവർക്കുള്ള മെഡിസിനായി അല്ലാഹു നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ പലരും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാവരും ആ നിയ്യത്തിൽ ഇന്നത്തെ രോഗ ചൊല്ലണം. അല്ലാഹു തആല ആ ഉമ്മന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل وسلم وبارك عليه. أبانا مولده أنت بأنصره يأتي ما مبتدئ منه ومختتمي يوم تفرس فيه الفرس أنهم قد أنذروا بحلول للبؤس والنقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وبالتالي ونكسرى وهو منصدع كشمل أصحابك وغير ملتهم والنار خامدة الأنفاس من أسفه عليه والنهر ساقي العين من سدمه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وساء غالت بحيرتها ورد واردها بالعين حين غمي كأن بالندما بالماء من بلدي حزنا وبالماء ما بالنار من ضربي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. تهتف والأنوار ساطعة والحق يظهر من
معنى ومن كلمة عمو وصم فإعلن البشائر لم تسمع وبارقة الإنذار لم تشمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم من بعد ما أخبر الأقوام كاهنهم بأن دينهم المعوج لم يقم وبعد ما عاينوا في الأفق من شهود منقلة وفق ما في الأرض من صنم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم حتى غدا عن طريق الوهي منهزم من الشياطين يغرف إثر منهزم كأنهم هربا أبطال أبرهة أو أسترهم بالحصى من راحتي رومي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نبذا به بعد تسبهم بباطنهما نبذ المصابه من أخشاء ملتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلوا وسلموا على النبي إن شاء الله ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ ബുർദ നമ്മളിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹിന്റെ ഒരു റൗളയിലെ സവാബ് അല്ലാഹു തആല എത്തിച്ചു തരുമാറാവട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ കൂടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി അവർ നേരത്തെ നമ്മോടും കൂടെ ഉംറക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വലിയൊരു പ്രയാസത്തിലാണുള്ളത്. അള്ളാഹു എത്രയും പെട്ടെന്ന് ഇന്നത്തെ ബോധ അവർക്കുള്ള മെഡിസിനായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സംരംഭം തുടങ്ങിയത് മുതൽ ഇന്നേ വരെ നമ്മെ സഹായിച്ച, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കും. അവിടുത്തെ ഇഷ്ക് വെക്കലാണ് നമുക്കുള്ള വിജയം. ആ ഒരു ഇഷ്ക് നമുക്കുണ്ടായിരിക്കണം. എല്ലാ സമയത്തും റസൂലുള്ളാഹിന്റെ സുന്നത്തുകളൊക്കെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി മാറണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ബുർദനങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ബുർദയുടെ സവാബ് മുത്തു റസൂലുള്ളാഹിന്റെ തിരുറൗദയിൽ എത്തിച്ചു തരണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു
റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. ട്യൂമർ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും വെരിക്കോസും യൂറിക് ആസിഡും സോറിയാസിസും തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. വാതരോഗങ്ങളും തളർവാദങ്ങളും സ്ട്രോക്കും തരില്ലേ അല്ലാഹ്. പടച്ചോനെ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാഹ്. ഈ പറയപ്പെട്ട ഏതെങ്കിലും രോഗങ്ങൾ ഞങ്ങളിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലുന്ന ബുറുദാദിനുള്ള മെഡിസിനാക്കി തരണേ അല്ലാഹ്. നേരത്തെ പറഞ്ഞ സഹോദരിയുടെ രോഗം നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചോനെ, നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ തഖ്വ നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഈമാനിന് പവർ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ കടങ്ങൾക്ക് വേണ്ടി സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ നീ ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം കിബറിൽ നിന്നും റിയായിൽ നിന്നും ഹസദിൽ നിന്നും നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ, പകരം തഖ്വയും ഈമാനും ഹിദായത്ത് കൊണ്ട് നീ നിറച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ദീനിന്റെ ഖാദിമീങ്ങളാക്കി തരണേ അല്ലാഹ്. അവരുടെ പഠനത്തിലൊക്കെ നീ വലിയ പുരോഗതിയും ബറക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഭൗതികമായി പഠിക്കുന്ന മക്കൾക്ക് ഖൈറിലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ദീനിയായ ഉലൂമുകൾ പഠിക്കുന്ന മക്കൾക്ക് എല്ലാവിധ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. പടച്ചോനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് നീ ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളൊക്കെ നീ ഇരുലോകത്തും വിജയികളിൽ കൊടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ ആരൊക്കെയുണ്ടോ ഖബറിൽ എല്ലാവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. നീ നിന്റെ റഹ്മത്തിന്റെ നോട്ടം ആ ഖബറുകളിലേക്ക് നോക്കണേ അല്ലാഹ്. ഖബറിൽ വെച്ച് നീ ബേജാറാക്കരുതേ അല്ലാഹ്. പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ചോനെ, നീ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളും ഖബറിലേക്ക് വരും എപ്പോഴാണെന്നറിയില്ല. നല്ല സമയത്ത് നല്ല നേരത്ത് റസൂലുള്ളാഹിനെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവേ, മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹ്, മരണം ആഗ്രഹിക്കുന്ന സമയത്ത്, മരണം കൊതിക്കുന്ന സമയത്ത്, മരണത്തിന്റെ സമയമാകുമ്പോൾ ഞങ്ങളൊക്കെ അല്ലാഹുവേ, മുത്തു റസൂലുള്ളാഹിന്റെ ചാരത്തെത്തിച്ചു തരണേ അല്ലാഹ്. ജന്നത്തുൽ ബഖീൽ ഞങ്ങൾക്ക് ഒരു ഇടം നൽകണേ അല്ലാഹ്. ഒരുപാട് തവണ ഹബീബിന്റെ ചാരത്ത് വന്ന് സിയാറ ചെയ്യാനും ബുറുദ ചൊല്ലാനും സ്വലാത്തു ചൊല്ലാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണേ നബിയേ. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. അങ്ങ് ഞങ്ങളെ കൈയൊഴിയല്ലേ ഹബീബേ. അങ്ങയുടെ ഹൗദുൽ കൗസർ നിങ്ങൾക്ക് നൽകണേ നബിയേ. അങ്ങയോടൊപ്പം ഒരു ഇടം നൽകണേ ഹബീബേ. യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണേ നബിയേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ജോലിയില്ലാത്തവർക്കൊക്കെ ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. വിദേശത്തുള്ള മക്കളുണ്ട് റബ്ബേ, ജോലി ശരിയാവാതെ കുടുങ്ങിക്കിടക്കുന്നു. വിസിറ്റിട്ട് മറ്റും പോയവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ഖൈറായ ജോലി കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചോനെ, പലരും നവംബർ മാസത്തിൽ ഉംറയ്ക്ക് ഉദ്ദേശിച്ചവരുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. برحمتك يا أرحم الراحمين.